ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ 10 വർഷം പൂർത്തിയാക്കി തുടർഭരണം പ്രതീക്ഷിക്കുമ്പോൾ ആ സമയത്ത് വരുന്ന സകല വാർത്തകളും സർക്കാരിനെതിരെ തിരിയും. ഓരോ അപകടമരണവും ഓരോ ചികിത്സാ പിഴവും സിസ്റ്റത്തിന്റെ പിഴവായി വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ വിമർശിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെയാണ് പതുക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യമെന്ന് നാം പറയുന്നത്. ഏറ്റവും ഒടുവിൽ സിസ്റ്റത്തിന്റെ പിഴവ് എന്ന നിലയ്ക്ക് കോടതിയും വിമർശിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുതലക്കോടത്ത് ജെയ്സ് ബെന്നി എന്ന 27 വയസ്സുകാരൻ റോഡിലെ കുഴിയിൽ വീണ് മരിച്ച സംഭവമാണ്. കേവലം 27 വയസ്സ്. വിദേശത്ത് ജോലിയുള്ള ആ യുവാവ് അടുത്ത ദിവസം മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളുമാണ് ആ കുഴിയിൽ ഹോമിക്കപ്പെട്ടത്. ഈ മരണം ഒരു അപകടമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തിരുത്തേണ്ടി വരുന്നു. അതൊരു അപകടമല്ല, അതൊരു ക്രിമിനൽ നരഹത്യയായിട്ട് മാറുന്നു. 15 വർഷമായിട്ട് ആ റോഡരികിൽ വായും പൊളിച്ചിരുന്ന ഒരു മരണക്കെണി 1.5 പതിറ്റാണ്ടായിട്ട് ആ കുഴി അവിടെ തന്നെയുണ്ട്. അതായത് UDF ഭരിച്ച 5 വർഷവും LDF ഭരിച്ച് പൂർത്തിയാവാറായ 10 വർഷവും ആ കുഴി നമ്മൾ വോട്ടർമാരെ മാടി വിളിക്കുകയായിരുന്നു മരണത്തിലേക്ക്. 15 വർഷമായി ആ കുഴി അവിടെ നിലനിർത്തിയ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും സിസ്റ്റവുമാണ് ജെയ്സിനെ കൊന്നത് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഹൈക്കോടതി നടത്തിയത് വളരെ ഗൗരവത്തോടെയുള്ള നിരീക്ഷണമാണ്. ഇത് സിസ്റ്റത്തിൻ്റെ പരാജയം തന്നെയാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത്. ചില അധികാരികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനിയും എത്ര ജെയ്സുമാർ മരിക്കണം നിങ്ങളുടെയൊക്കെ കണ്ണു തുറക്കാൻ എന്നുള്ളതാണ് ആ ചോദ്യം. നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടിതമായിട്ടുള്ള ധൈര്യം കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ളൊരു ബോധം. 15 കൊല്ലം മുൻപ് ഒരു ബസ് ഇടിച്ച് തകർന്ന കലുങ്കാണ് അത്. അന്ന് മുതൽ ഇന്ന് വരെ എത്രയോ പേർ വീണു, അവിടെ എത്രയോ പേർക്ക് പരിക്കേറ്റു. എന്നിട്ടും പൊതുമരാമത്ത് വകുപ്പിനോ നഗരസഭയ്ക്കോ അവിടുത്തെ ജനപ്രതിനിധികൾക്കോ ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുമോ എന്നറിയുകയുമില്ല. ഇതിനിടയിലെ മറ്റൊരു വൈരുദ്ധ്യം കേൾക്കണം. 8 മാസം മുൻപ് PA കൃഷ്ണകുമാർ എന്ന ഒരു മനുഷ്യൻ തൻ്റെ കടയുടെ അടുത്തുള്ള ഈ കുഴി സ്വന്തം ചെലവിൽ പണിത് മൂടിക്കൊള്ളാം എന്ന് നഗരസഭയെയും PWDയെയും അറിയിച്ചു. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ എഴുന്നള്ളിച്ച ന്യായങ്ങൾ എന്താണെന്നറിയാമോ? കരിങ്കല്ല് കൊണ്ട് കെട്ടാൻ പാടില്ല, ചട്ടപ്പടി വേണം, അനുമതി വേണം എന്നൊക്കെ. അങ്ങനെ ചട്ടങ്ങളുടെയും നിബന്ധനകളുടെയും കെട്ടുനാറുന്ന ഫയലുകൾ കാണിച്ച് ആ മനുഷ്യനെ അവർ മടുപ്പിച്ചു. അതിൻ്റെ ഫലം എന്താണ്? അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷേ ഈ പറയുന്ന ചട്ടക്കാരോ നിയമക്കാരോ ആ പണി തീർത്തതുമില്ല. അവർ പണിയുകയുമില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയിപ്പിക്കുകയുമില്ല. പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന അതേ അവസ്ഥ തന്നെ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വിജിലൻസ് ഡെപ്യൂട്ടി എഞ്ചിനീയറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ആ റിപ്പോർട്ടിലുണ്ടാവുക? വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ വെള്ളപൂശുന്ന, അല്ലെങ്കിൽ ഉത്തരവാദിത്വം പരസ്പരം തട്ടിക്കളിക്കുന്ന ഒരു കടലാസ് കഷ്ണം. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കണ്ടും കേട്ടും മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലാകണം. നിങ്ങൾ ഇരിക്കുന്നത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. മുറികളിൽ AC ഇട്ട ഫയലുകളിൽ കുറിപ്പെഴുതാൻ മാത്രമല്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോയി കഴിയുമ്പോൾ ഓടി വന്ന് പ്രതിഷേധ നാടകം കളിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഈ നാടിന് ദ്രോഹമാണ് എന്ന് ജനം പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്താണ് പരിഹാരം? ഹൈക്കോടതി പറയുന്നത് പോലെ ഇത്തരം വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കല്ല, മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസെടുക്കണം. തൊടുപുഴയിൽ അങ്ങനെ ഒരു കേസെടുത്താൽ ഒരു പക്ഷേ നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും, തൊടുപുഴയിൽ അങ്ങനെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസെടുത്താൽ കേരളത്തിലുടനീളം തുറന്നു കിടക്കുന്ന മരണക്കെണികൾ വെറും 24 മണിക്കൂറിനുള്ളിൽ മൂടപ്പെടും. കാരണം ഭയം വേണം ഈ ഉദ്യോഗസ്ഥർക്ക്. നിയമത്തോടും ജനങ്ങളോടുമുള്ള വലിയ ഭയം വേണം. വലിയ വികസന പദ്ധതികളെക്കുറിച്ചും സിൽവർ ലൈനിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നതിന് മുൻപ് നമ്മുടെ റോഡരികിലെ കുഴികളെ ഒന്ന് മൂടാൻ നിങ്ങൾക്ക് കഴിയുമോ? പുതിയ റോഡുണ്ടാക്കി മണിക്കൂറുകൾക്കകം വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുഴിക്കുന്ന ആ തമാശ നിർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? റിഫ്ലക്ടറുകളില്ലാത്ത, മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്ത, ഓടകൾക്ക് മൂടിയില്ലാത്ത ഈ കൊലക്കളങ്ങളെ ഒന്ന് പരിഷ്കരിക്കാൻ ഇച്ഛാശക്തി വേണ്ടേ? ഒരു കാര്യം കൂടി, ഈ മാസം ഈ പണി തീർത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകില്ല എന്ന് പറയാൻ സർക്കാരിന് ആർജവമുണ്ടോ? ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. പക്ഷേ ഇവിടെ അധികാരികൾക്ക് വേണ്ടത് വോട്ടിന് വേണ്ടിയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. പൗരൻ്റെ ജീവന് സുരക്ഷ നൽകുന്ന ചെറിയ കാര്യങ്ങൾ അല്ല അവർക്ക് വേണ്ടത്. ജെയ്സന്റെ കുടുംബത്തിൻ്റെ വേദന ആ വാർത്ത വന്ന നിമിഷങ്ങളിൽ മാത്രം കേരളത്തിൻ്റെ മുഴുവൻ വേദനയായിട്ട് മാറി. പക്ഷേ ആ വേദന നാളെ നമ്മൾ മറക്കും, ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മറക്കും. അടുത്ത ഒരു അപകടം നടക്കുന്നത് വരെ ആയിരിക്കും അത്. പണ്ട് സമാനമായിട്ടുള്ളൊരു അപകടം ഉണ്ടായപ്പോൾ കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ എവിടെ പോയി? ഏത് ചവറ്റുകുട്ടയിൽ നിന്ന് നിർദ്ദേശങ്ങൾ ഇനി തിരിച്ചു കണ്ടെടുക്കാൻ കഴിയും? ഭരണയന്ത്രത്തിൻ്റെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ഇനിയും എത്ര ജീവനുകൾ പൊലിയണം? ഈ ഉദാസീനതയുടെ, ഈ കെടുകാര്യസ്ഥതയുടെ വിനോദയാത്ര അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ മാധ്യമങ്ങളും പൊതുജനങ്ങളും നിരന്തരമായി ശബ്ദമുയർത്തുക. ഇന്ന് തൊടുപുഴയിലാണെങ്കിൽ നാളെ അത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുപടിക്കലാകാം. എല്ലാ സിസ്റ്റങ്ങളും ഉടച്ചു വാർക്കപ്പെടണം. ഉദ്യോഗസ്ഥർ സുഖിമാന്മാരായി വാഴുന്ന രീതിക്ക് അന്ത്യം കുറിക്കണം. നന്ദി.